ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എൻ്റെ പേര് ഡോക്ടർ ഗിരിലാൽ എം കെ. ഞാൻ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് കൗൺസിലറും അതുപോലെ തന്നെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അധ്യാപകനുമാണ് തിരുവനന്തപുരം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത് നിങ്ങളുടെ FIUGP പ്രോഗ്രാമിലെ വാല്യൂ ആഡഡ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിനകത്ത് ബ്ലോക്ക് ഒന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് ഒന്നിനകത്ത് പ്രധാനമായിട്ടും ബ്ലോക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ കൾച്ചറൽ ലൈഫും അതുപോലെ ഫാമിലി ഇൻഫ്ലുവൻസസും ഗാന്ധിജിയുടെ ഇയർലി ലൈഫും ഇതൊക്കെ ഗാന്ധിജി ആകാൻ വേണ്ടി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രിൻസിപ്പിൾസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം സഹായിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ എഡ്യൂക്കേഷണൽ ഡിസിഷൻസ്, ഗാന്ധിജി ഇംഗ്ലണ്ടിൽ ഫേസ് ചെയ്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിജി അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളും ഇതൊക്കെ ഗാന്ധിജിയുടെ ഫിലോസഫിയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസസിൽ നിന്നാണ് ഗാന്ധിജിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റ് 1, ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധിജിയുടെ ബയോഗ്രാഫിക്കൽ സ്കെച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ പോകുന്നത്, നമ്മൾ ബാപ്പു എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഗുജറാത്തി ലാംഗ്വേജിൽ ഫാദർ എന്നാണ്. ഫാദർ എന്ന ആ ഒരു മീനിങ് ആണ് ഗുജറാത്തി ലാംഗ്വേജിൽ ബാപ്പു. നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും ഗാന്ധിജിയെ ബാപ്പുജി എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലവിങ് ടൈറ്റിൽ തന്നെ, ബാപ്പുജി എന്ന് പറയുന്ന ഒരു ലവിങ് ടൈറ്റിൽ തന്നെ അദ്ദേഹത്തിനോട് രാജ്യത്തിനോടുള്ള റെസ്പെക്റ്റ്, അദ്ദേഹത്തിനെ രാജ്യം റെസ്പെക്ട് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് രാജ്യത്തോടുള്ള അഫക്ഷൻസ്, ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇന്ത്യക്കാർ നൽകിയ പേരാണ്. ഗാന്ധിജി ഒരു ഫ്രീഡം മൂവ്മെന്റിലെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ച ഒരു ഫ്രീഡം ഫൈറ്ററും കൂടെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എന്താ ചെയ്തത്, പ്രൊമോട്ട് ചെയ്ത് നാഷണലിസം പ്രൊമോട്ട് ചെയ്തു, രാജ്യസ്നേഹം, അതുപോലെ സ്വയം ഭരണം, സെൽഫ് റൂൾ, നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മൾ ഭരിച്ചോളാം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നാഷണലിസവും സെൽഫ് റൂളും സോഷ്യൽ റിഫോമും എല്ലാം അദ്ദേഹം നടപ്പിലാക്കിയത് അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തത്തിലൂടെയാണ്. അഹിംസ മീൻസ് നോൺ വയലൻസ്, ഹിംസിക്കൂല, ആരെയും ഹിംസിക്കാത്ത തരത്തിലുള്ള, അതാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അതിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം ഡെവലപ്പ് ആക്കിയത്. ഹി ലീവ്ഡ് ലൈഫ്, അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും സത്യസന്ധതയ്ക്ക് വേണ്ടി, ട്രൂത്തിന് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി ഓഫ് ലൈഫ്, മനുഷ്യന് സർവീസ് ടു ഹ്യൂമാനിറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലവ്, പീസ്, നോൺ വയലൻസ്, ഇതെല്ലാം തന്നെ, ഈ ഒരു കോൺസെപ്റ്റ്സുകളെല്ലാം തന്നെ ലോകം മുഴുവനുമുള്ള ആൾക്കാരെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ജസ്റ്റിസിന് വേണ്ടി ആൾക്കാർ പീസ്ഫുൾ മാനറിൽ ഫൈറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ജസ്റ്റിസ് നമുക്ക് നൽകണമെങ്കിൽ നമ്മളെന്താ, വയലൻ്റ് മെത്തേഡിലൂടെ അല്ല, നമ്മൾ നോൺ വയലൻറ്റ് മെത്തേഡിലൂടെയാണ് ജസ്റ്റിസ് നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തന്ന ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധിജി. അപ്പം അതുപോലെ തന്നെ നോക്കൂ, ഈ ഗാന്ധിജിയുടെ ബർത്തും ഫാമിലിയും തമ്മിലുള്ള ഇതാണ്. അതിനകത്ത് എന്താ പറയുന്നത്, ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഗാന്ധിജി ജനിച്ചത് പോർബന്തറിലാണ് അല്ലേ. പോർബന്തറിൽ ഒക്ടോബർ 2, 1869 ഗാന്ധിജി ജനിച്ചത്. അപ്പോൾ ഈ 1869 ഗാന്ധിജി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം ഒരു ആ സമയത്ത് പോർബന്തറിലുള്ള ഒരു ദിവാനായിരുന്നു, ഒരു ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ ഇന്ന് ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്ന ആളാണ് അദ്ദേഹം. ഈ പോർബന്തർ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയിലെ ഒരു ചെറിയ ക്യാപിറ്റൽ ടൗൺ ആണ്, ഒരു ചെറിയൊരു സ്ഥലമാണ്. അപ്പം അതിപ്പം ഗുജറാത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്യുന്നറിയാമോ, അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തലിബായി എന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര്. അവരെ സംബന്ധിച്ച് ഷീസ് വെരി ഡീപ്ലി റിലീജിയസ് ഗേൾ, വളരെ മതപരമായിട്ട് എപ്പോഴും മതവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഡിസ്കസ് ചെയ്യുകയും വീട്ടിനകത്തും എപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും പലതരത്തിലുള്ള റിച്വൽസ്, ഹിന്ദുസത്തിലുള്ള റിച്വൽസും, അതുപോലെ തന്നെ നമ്മൾ ആഹാരം കഴിക്കാതെ നിരാഹാരം, അതുപോലെ തന്നെ അങ്ങനെയുള്ള സിംപിൾസിറ്റി
സിംപ്ലിസിറ്റി ആയിട്ടുള്ള ലൈഫ്, ഇതെല്ലാം തന്നെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഓട്ടനീളം അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചിട്ടുണ്ട്. ഗാന്ധിജി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഹീസ് എ കേപ്പബിൾ ടു മേക്ക് എ പ്രൂവ്ഡ് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിനെയും അന്നകാലത്ത് ബ്രിട്ടീഷുകാരുടെ പൊളിറ്റിക്കൽ ഓഫീസേഴ്സായിട്ട് അതോറിറ്റി നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്രയ്ക്ക് കേപ്പബിലിറ്റി ആയിട്ടുള്ള, അതുകൊണ്ടാണ് ദിവാൻ എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചൈൽഡ്ഹുഡ് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ജീവിതമാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കണ്ടീഷൻസ് നേരത്തെ സ്പിരിച്വൽ ആയിരുന്നു, മൊത്തത്തിൽ വൈഷ്ണവ ഇതിൽപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു ഗാന്ധിജിയുടെ. ഗാന്ധിജി അദ്ദേഹം പോർബന്തറും അതുപോലെ തന്നെ പിന്നെ രാജ്കോട്ടിലും ഒക്കെ എന്ത് ചെയ്തു, പോർബന്തറിലും രാജ്കോട്ടിലും ഒക്കെ എന്ത് ചെയ്തു, അയാൾ എന്ത് ചെയ്തു, അയാൾ പോർബന്തറിലും രാജ്കോട്ടിലും ഒക്കെയാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നെ അങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തു. അതുപോലെ തന്നെ ഹീസ് ഇൻഫ്ലുവൻസ്ഡ് ദ റിലീജിയസ് പ്രാക്ടീസസ്. ഒരുപാട് റിലീജിയസ് പ്രാക്ടീസസിൽ അയാൾ ഇൻഫ്ലുവൻസ് ആയി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഡിസിപ്ലിൻസും, അതുപോലെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം രാമായണ, മഹാഭാരതം ഇങ്ങനെയുള്ള പുരാണങ്ങളിലൊക്കെ അദ്ദേഹം പ്രാവീണ്യനായിരുന്നു. അദ്ദേഹം ആ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു, പുരാണങ്ങളൊക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും, കാരണം ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദു, മുസ്ലിം, ജൈന കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ മോൾഡിങ്ങിന് ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം അതായത് ഹിന്ദു എപ്പിക്കിലുള്ള വള്ളുവർ, അതുപോലെ തന്നെ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥകളൊക്കെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ ഹി അക്യൂർ ഹിസ് ലൈഫ്. അതുപോലെ തന്നെ മോറൽ എൻവയോൺമെൻറ്റും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സിംപ്ലിസിറ്റിയും അമ്മയുടെ ഡിവോഷൻസും ഒക്കെ ഗാന്ധിജിയുടെ ഫാമിലി ലൈഫിലും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലായാലും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഫാമിലി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രാജ്കോട്ടിലേക്ക് മൂവ് ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗാന്ധിജി ഒരുപാട് നാൾ ചെറുപ്പകാലവും ഒക്കെ ഗാന്ധിജി എവിടെ സ്പെൻഡ് ചെയ്തത്, അദ്ദേഹം രാജ്കോട്ടിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ പോകുന്നത് ഗാന്ധിജിയുടെ ഏർലി മാരേജിനെ കുറിച്ചാണ്. കാരണം ഏർലി മാരേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 13ാമത്തെ വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിച്ചു. കസ്തൂർബ എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. കാരണം ദിസ് ഇസ് എ ടിപ്പിക്കലായിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു അന്ന്. ബാലവിവാഹം നിലനിൽക്കുന്ന ടിപ്പിക്കൽ സൊസൈറ്റിയിലായിരുന്നു ഗാന്ധിജി ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഗാന്ധിജി വളരെ കുട്ടിക്കാലത്ത് തന്നെ കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഗാന്ധിജി ആ കല്യാണത്തിന് ഗാന്ധിജിക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അത് ആ സമയത്ത് പറയാം. ബിക്കോസ് ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം മൊത്തത്തിൽ പുള്ളി എന്ത് അക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ അതുപോലെ അദ്ദേഹം പിന്നെ കുട്ടിയായിരുന്ന സമയത്ത് 13ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം 13 വയസ്സിൽ കല്യാണം കഴിച്ച കസ്തൂർബായുടെ ലൈഫ് ലോങ് വരെ അദ്ദേഹം ഒരു പാർട്ണറായിട്ട് തന്നെ കണ്ടു. അദ്ദേഹം ഫാമിലി ലൈഫിൽ ആ സ്ത്രീയോട് ജീവിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മാരേജ് ലൈഫിൻ്റെ അത് കഴിഞ്ഞ ശേഷം ഗാന്ധിജി പിന്നെ 13 വയസ്സിൽ കല്യാണം കഴിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, അപ്പം തന്നെ ഗാന്ധിജി കൺവേർട്ട് ആയപ്പോഴത്തേക്ക് അദ്ദേഹം സ്വന്തമായിട്ടൊരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കി തുടങ്ങി, സ്വന്തമായിട്ടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ കാര്യങ്ങളെല്ലാം, ഫാമിലിയുടെ ഡ്യൂട്ടി എല്ലാം തന്നെ അദ്ദേഹം ഏറ്റെടുത്തു തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ആ ഒരു രീതിയിൽ. പക്ഷേ ഇതിനകത്ത് എപ്പോഴും പറയുന്നുണ്ട് ഗാന്ധിജിയുടെ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിലും ഗാന്ധിജി മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുമ്പോഴെല്ലാം തന്നെ ഗാന്ധിജിയുടെ കൂടെ കസ്തൂർബ നിൽക്കുകയും ഗാന്ധിജിയുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ ഗാന്ധിജിക്ക് സ്ട്രെങ്ത് എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ ഷീ ഓഫർ ദ കംഫർട്ട്, സ്ട്രെങ്ത് അവർ ഓഫർ ചെയ്തു. അതുപോലെ ഗാന്ധിജിക്ക് ഡിപ്രഷൻ വരുമ്പോൾ, ഇന്നർ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഒരു ആശ്രയമായിരുന്നു കസ്തൂർബ ഗാന്ധി എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജിയുടെ ലൈഫ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വന്ന സമയത്ത് അദ്ദേഹം ഒരു പബ്ലിക് ജേണിയും അതുപോലെ പേഴ്സണൽ ലൈഫും ഒക്കെ ഒരുമിച്ച് കൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, അതൊക്കെ ഇങ്ങനെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് 1888 അതായത് 1888 ഗാന്ധിജി ലണ്ടനിലേക്ക് പോവുകയാണ് ഫോർ ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അദ്ദേഹം ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അദ്ദേഹം ഈ ലണ്ടനിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അദ്ദേഹം എന്താ ചെയ്തത്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം എവിടെ പോയി, ലണ്ടനിലേക്ക് പോയി. അപ്പം ലണ്ടനിലേക്ക് പോയ സമയത്ത് തന്നെ
തന്നെ ഗാന്ധിജി എന്തായിരുന്നു, ഗാന്ധിജിയുടെ ആ സമയത്ത് തന്നെ നമുക്കറിയാം ഗാന്ധിജിയുടെ ഏർലി ലൈഫ് എന്ന് പറയുന്നതും ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതൊക്കെ ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ട് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഗൈഡ് ലൈൻസ് അവരുടെ ജീവിതം അതേപോലെ. കാരണം ദിവസങ്ങളോളം ആ സ്ത്രീ പട്ടിണി കിടക്കുമായിരുന്നു, ദിവസങ്ങളോളം ഈ ആഹാരം കഴിക്കാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ്, സെൽഫ് ഡിസിപ്ലിൻസിൻ്റെയും സിംപ്ലിസിറ്റിയുടെയും റെസ്പെക്റ്റിൻ്റെയും ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് ഗാന്ധിജിയുടെ എല്ലാ ഹാബിറ്റിലും കണ്ടു. അതുപോലെ ഗാന്ധിജി അവിടെ ഒരുപാട് നാൾ അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷം ഗാന്ധിജി എന്ത് ചെയ്തു, അഡോളസൻസിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം ഈ ഗാന്ധിജി ആ സമയത്തൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഗാന്ധിജി എവിടെയായിരുന്നു, ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു. ഈ ഗാന്ധിജിക്ക് ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് എന്താ ചെയ്തത്, ഹി സ്റ്റാർട്ടഡ് ടു ഇൻ്റലക്ച്വൽ എൻക്വയറി, ഒരു ബൗദ്ധികപരമായിട്ടൊരു എൻക്വയറി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നടന്നു. ആ ഭൗതികമായ ഒരു എൻക്വയറി എന്ന് പറയുന്നത് അത് ആ ഭൗതികമായ ഒരു എൻക്വയറി, ഒരു ഡെവലപ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ മോറൽ ടീച്ചിങ് നമ്മൾ പിന്നെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തത്, അതൊക്കെ നമുക്ക് പിന്നെ നമ്മൾ കാണാൻ പറ്റുന്നത് ഇവിടെയാണ്. അതായത് 1888 ഇംഗ്ലണ്ടിൽ ലോ പഠിച്ചതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം അവിടുന്ന് ഒരു പ്രത്യേക സിറ്റുവേഷനിലായിരുന്നു അദ്ദേഹം എവിടെ പോയത്, ഈ ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചിട്ടത്. ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് രീതികൾ, അതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൾച്ചർ നശിപ്പിച്ച് കളയാതെ, അമ്മ പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നും കളയാതെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെ നിന്നു, പേഴ്സണൽ പ്രിൻസിപ്പിൾസ് തന്നെ അദ്ദേഹം നിന്നു. അതുപോലെ തന്നെ അദ്ദേഹം പുറത്തായിരിക്കുന്ന സമയത്തും ഫിലോസഫിക്കൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ് ഇതെല്ലാം കമ്പൈൻ ചെയ്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നെ അത് ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് ഒരു ഗ്രൗണ്ട് വർക്കായിരുന്നു, ഒരു സോഷ്യൽ റിഫോമർ ആവുന്നതിനും അതിൻ്റെയൊക്കെ ഒരു ഗ്രൗണ്ട് വർക്കിലായിരുന്നു അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഹി വെന്റ് ടു ലണ്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുവാണ് 1919 ആയപ്പോൾ ഹി ബിക്കം റിട്ടേൺ ടു ഇന്ത്യയിൽ 19 വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്താണ്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ദ പൊളിറ്റിക്കൽ വർക്ക്. റിട്ടേൺ ഇത് വന്ന് 1919 വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ഇന്ത്യയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറഞ്ഞ സത്യാഗ്രഹത്തിലേക്ക് ഈ ആക്റ്റീവ്ലി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക്, പൊളിറ്റിക്കൽ മേഖലകളിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മൂവ് ചെയ്യുകയാണ്. പിന്നെ അതിന് മുന്നേ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം, വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഈ ബിക്കം എ ബാരിസ്റ്റർ. അദ്ദേഹം അഡ്വക്കേറ്റ് ആയിട്ട് 1893 അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോവുകയും അവിടെ വെച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഹീസ് ബിക്കം ടു ഡിസ്ക്രിമിനേഷൻ സംഭവിച്ചു അവിടെ. കാരണം ഓൾറെഡി ഗാന്ധിജിയുടെ പക്കൽ മതിയായ ടിക്കറ്റ് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരായ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പുറത്തു കളഞ്ഞ ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ആ ഒരു പരിവർത്തനം ഉണ്ടായിരുന്നു. മനസ്സിൽ അപ്പം തന്നെ എന്ത് ചെയ്തു, ആ ഒരു സിവിൽ റൈറ്റ്സിൻ്റെയും സോഷ്യൽ ജസ്റ്റിസിൻ്റെയും റെസിസ്റ്റൻസ് ചെയ്യണം, ഇങ്ങനെയുള്ള ഐഡിയാസ് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെ ഗാന്ധിജിയായിട്ട് രൂപാന്തരപ്പെട്ട് തുടങ്ങിയിരുന്നു. അതുപോലെ ഈ നോൺ വയലൻസ് സിവിൽ, അതുപോലെ തന്നെ ഗാന്ധിജി 1919 ചമ്പാരനിലുള്ള തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം എപ്പോഴും നോൺ വയലൻസ് ആയിട്ടുള്ള, ആരെ ഉപദ്രവിക്കാതെ, അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് നിയമലംഘനങ്ങൾ, ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗാന്ധിജി എന്ത് ചെയ്തു, ഓൾ ഫോർ ദ സർവീസ് ഓഫ് ഹ്യൂമാനിറ്റിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പൊളിറ്റിക്സിൽ നിൽക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ, അതായത് പൊളിറ്റിക്കൽ മേഖലകളിൽ ഡെവലപ്പ് ആവുന്നതിനും കൂടുതൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനാണ്, എത്തിക്കൽ ആക്ഷൻസിനും. അതായത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എങ്ങനെ നേടിയെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത്, എത്തിക്കൽ ആക്ഷനിലൂടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം. അപ്പം ഈ ഒരു എത്തിക്കൽ ആക്ഷനിലൂടെ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് മോസ്റ്റ് ഇൻസ്പയർഡ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനും ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ലോകത്ത് ഒരൊറ്റ നേതാവിന് പോലും എന്ത് പറ്റിയിട്ടില്ല, ഇത്രയും എഫക്റ്റീവായിട്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഒരു നോൺ വയലൻസ് മെത്തേഡിൽ ഫൈറ്റ് ചെയ്ത് ഒരു രാജ്യത്തിന് സ്വതന്ത്രം മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഗാന്ധിജിയെ കുറിച്ച് പറയുന്നത്.
അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത് ഗാന്ധിജി റിമാർക്കബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണെന്നും അദ്ദേഹത്തിൻ്റെ മാരേജിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ചും അദ്ദേഹം ഇംഗ്ലണ്ടിൽ സ്റ്റഡി ചെയ്ത കാര്യവും അതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇരയാകുകയും 1915 ആയപ്പോഴത്തേക്ക് ഇന്ത്യയിലേക്ക് വരികയും ബ്രിട്ടീഷ് അദ്ദേഹത്തിൻ്റെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ്ലി പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്യുകയും ചെയ്യും. പക്ഷേ പൊളിറ്റിക്സിൽ എൻ്റർ ചെയ്തപ്പോഴും അദ്ദേഹം പൊളിറ്റിക്സിനെ കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗാന്ധിജിയുടെ ബയോഗ്രാഫിക് സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി അടുത്ത യൂണിറ്റിലേക്ക് പോവുകയാണ്.